രവി സർ എക്സ് മുസ്ലിമിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് എക്സ് മുസ്ലിം എന്നുള്ള ടാഗ് കൂടി ഉപേക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യർ സ്വതന്ത്രരാവണം, എക്സ് മുസ്ലിം എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കരുത്. അത് ഉണ്ടല്ലോ, എക്സ് മുസ്ലിം ആയിരുന്നു എല്ലാവരും, ഇല്ല പറഞ്ഞ എക്സ് മുട്ട എന്ന് കോഴി പറയുന്നത്, ആ ഒരു തലക്ക് പോകണം. പക്ഷെ ഇവിടെ എന്തിനാ രവി സാറെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ടാഗ് ഉപേക്ഷിക്കേണ്ടത്? നിങ്ങൾ കാരണം പറയും. എക്സ് ആവുക എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഹസ്ബൻഡ്, എക്സ് എം എൽ എ, അതൊക്കെ നമ്മൾ എക്സ് എന്ന് എന്തിനോടെങ്കിലും ചേർത്ത് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് നല്ല ഒരു മതിപ്പ് ആണ് നമ്മൾ കാണിക്കുന്നത്, അല്ലേ? നമ്മളത് വിട്ട് എക്സ് എം പി ആയിരുന്നു, അതിൻ്റെ ഒരു പരിഗണന എനിക്ക് തരണം എന്നല്ലേ എൻ്റെ അർത്ഥം ആണ്. ഒരാൾ ഞാനൊരു എക്സ് ജയിൽ പുള്ളി ആയിരുന്നു എന്നൊരാൾ പറയത്തില്ലല്ലോ. കാരണം അത് ജയിലിൽ കിടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ജയിലിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ജയിലിൽ പുള്ളിയായിട്ട് അറിയപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എക്സ് പ്രിസണർ എന്ന് നിങ്ങൾ പറയാറില്ല. യു ഡോണ്ട് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് എൻ എക്സ് പ്രിസണർ ബിക്കോസ് യു ഡോണ്ട്, ആ ഒരു സംഗതി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈറ്റിൽ കഴിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. അപ്പം രവി സാർ പറഞ്ഞ കാര്യം നമ്മൾ അന്ന് മുതലേ ഇവരോട് പറയുന്നുണ്ട്. ഒരു വസ്തുവിനെ എക്സ് കൂട്ടുമ്പോൾ അതിനൊരു മതിപ്പുള്ള വസ്തുവായിരിക്കണം. ഞാനൊരു എക്സ് MLA ആയിരുന്നു, അല്ലെങ്കിൽ എക്സ് മന്ത്രിയായിരുന്നു എന്നൊക്കെ പറയും. ഞാനൊരു എക്സ് കള്ളനാണ്, അല്ലെങ്കിൽ ഞാനൊരു എക്സ് കള്ളുടിയനാണ് എന്നൊന്നും ആരും പറയാറില്ല. അതുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ടാഗ് നിങ്ങൾ ഉപയോഗിക്കല്ലേ എന്ന് നമ്മളൊക്കെ അന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ കളിയാക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം രവി സാർ പറഞ്ഞു വെക്കുക, എക്സ് മുസ്ലിം എന്ന് പറയുന്ന ടാഗ് ഉപേക്ഷിക്കൽ ഒരു സാമൂഹിക നന്മയാണ്. ഒരു മുസ്ലിം പോലും ഇതുപോലെ ഒരു എക്സ് മുസ്ലിമിനോട് പറഞ്ഞിട്ടുണ്ടാകില്ല. ആ രീതിയിലും എക്സ് മുസ്ലിം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് കൂടി ഒരു നല്ല സാമൂഹ്യ പ്രവർത്തനമാണ്, ആ ഒരു ടാഗ് ഉപേക്ഷിക്കുക. രവി സാർ ഇത് ആദ്യം പോയി പറയേണ്ടത് നിങ്ങളെ കൂടെ നടക്കുന്ന ആരിഫ് ഹുസൈനോടാണ്. മൂപ്പരൊക്കെയാണ് ഞാനൊരു എക്സ് മുസ്ലിമാണെന്നും പറഞ്ഞിട്ട് ടീഷർട്ട് ഇട്ട് നടക്കുന്ന ആൾ. അയാളെ പോയിട്ട് ആദ്യം പറഞ്ഞ് നന്നാക്കി, ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് ആരിഫേ, അതൊന്ന് മാറ്റൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം അയാളോട് പോയി ഉപദേശിക്കൂ.